എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച SLC മെയിൻ എക്സാമിന്റെ 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ ആ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? അതായത് എക്സ് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതിൽ 30% വിജയിച്ചിരിക്കുന്നത്. അപ്പൊ തോറ്റവര് എന്ന് പറയുന്നത് എന്താണ്? 70% തോറ്റവര്. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വിജയിച്ച കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അതായത് എക്സിന്റെ 30% എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് എന്താന്ന് കണ്ടുപിടിച്ചൂടെ? അത് എങ്ങനെയാ കണ്ടുപിടിക്കുക? 60 × 100/30, അതായത് 200. 200 കുട്ടികളാണ് ആകെയുള്ളത് അല്ലെ. 200 കുട്ടികളില് 60 കുട്ടികൾ വിജയിച്ചു എങ്കിൽ ബാക്കി തോറ്റവരാണ്. അപ്പൊ തോറ്റവര് എത്രയാണ്? 140 അല്ലെ. 200ന്ന് 60 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 140 കിട്ടും. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ കോണളവുകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് ഇതിന്റെ അംശബന്ധമാണ് തന്നിരിക്കണേ അല്ലെ. ആകെ 180 ഡിഗ്രി ആണ് ഒരു ത്രികോണത്തിലുള്ളത് എന്ന് നമുക്കറിയാം. അതിന്റെ അംശബന്ധങ്ങൾ 2:3:4 എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എങ്ങനെയാവും? 2/3 4 7 2 9. 2/9 × 180. രണ്ടാമത്തെ എന്താവും? 3/9 × 180. പിന്നത്തെ എന്താവും? 4/9 × 180. 9/180/9 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 2 × 20 എത്രയാണ്? 40. 3 × 20 എത്രയാണ്? 60. 4 × 20 എത്രയാണ്? 80. അപ്പൊ ഇതൊക്കെയാണ് കോണുകള് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ കോൺ എത്രയാണ്? 80 ഡിഗ്രി. മൈനസ് ചെറിയ കോണോ? 40 ഡിഗ്രി. 80 - 40 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 40 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തിലേക്കുള്ള നേർദൂരം 15 കിലോമീറ്റർ ആണ്. ഒരാൾ 6 AM എയിൽ നിന്ന് പുറപ്പെട്ട് ബിയിലേക്ക് 10 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. മറ്റൊരാൾ അതേ സമയത്ത് ബിയിൽ നിന്ന് പുറപ്പെട്ട് 20 km/മണിക്കൂർ വേഗതയിൽ എയിലേക്ക് സഞ്ചരിക്കുന്നു. ഏത് സമയത്ത് ഇവർ പരസ്പരം കണ്ടുകിട്ടും? അതായത് 15 കിലോമീറ്റർ ആണ് ആകെയുള്ളത് അല്ലെ. ഇനി എത്ര മണിക്കാ പുറപ്പെട്ടെ? 6 മണിക്ക് പുറപ്പെട്ടു. പക്ഷെ എയിൽ നിന്ന് ബിയിലേക്ക് പുറപ്പെട്ടത് എത്രയാണ്? 10 km/h വേഗതയിലാണ്. അപ്പൊ എക്സ് ദൂരം സഞ്ചരിച്ച എത്രയാവും? 10x ആവും അല്ലെ. ഇനി 20 km/h ദൂരം സഞ്ചരിച്ചത് എത്രയാവും? 20x ആവും. ഈ 10xഉം 20xഉം കൂടി ചേർന്നാ എത്രയാവണം? 15 ആവണം അല്ലെ. 10xഉം 20xഉം കൂടി ചേർന്നാ 15 ആവണം. അപ്പൊ 30x എന്ന് പറയുന്നത് എന്താവും? 15 ആവും. അപ്പൊ എക്സ് എന്താവും? 15/30, അതായത് 1/2 അവർ. അതായത് അര അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്. അപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞാലാണ് രണ്ടും കൂടി കൂട്ടി മുട്ടുക. അപ്പോ 6:30 എന്നുള്ളതാണ് ആൻസർ. 6ന്റെ കൂടെ 30 മിനിറ്റും കൂടി കൂട്ടിയപ്പോ 6:30 ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യം തന്നെ ഞാൻ പറയട്ടെ. ശരാശരി എന്ന് പറയുന്നത് എന്താണ്? തുക ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത് അല്ലെ. എണ്ണമുണ്ടോ അത്. തുക 2 മുതലുള്ള 50 ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n × n+1 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാണ്? n ആണ്. അപ്പൊ എന്താണ് വരിക? n+1 എന്നുള്ളതാണ് വരിക. അപ്പൊ ഇവിടെ 50 ഇരട്ട സംഖ്യകളാണ്. അപ്പൊ അതിന്റെ ശരാശരി എത്രയാ വരിക? 50 + 1 51. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യാണ് n × n+1.
അത് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതാണ് ശരാശരി. അപ്പൊ ബൈ n ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ n+1 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ 50 ഇരട്ട സംഖ്യകളാണ്. 50 + 1 51. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണ വർഗ സംഖ്യ ലഭിക്കും? അതായത് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ 900 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? 900 ആണ്. ഇനി 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1600 ആണ്. ഇതിന്റെ ഇടയിലാണ് ഇപ്പൊ വന്നിണ്ടാവുക അല്ലെ? 1100 കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ 30 കഴിഞ്ഞ ഒരു 34ഓട് കൂടിയാണ് നോക്കേണ്ടത്. കാരണം 900 കഴിഞ്ഞ് ഒരു 200 കൂടി വരുന്നുണ്ട് 1100ന്റെ അല്ലെ? അപ്പൊ 34ന്റെ സ്ക്വയർ നമ്മൾ നോക്കിയാ 30 + 4 ഹോൾ സ്ക്വയർ ആണ് 34 സ്ക്വയർ അല്ലെ? അപ്പൊ 900 + 2ab എന്ന് പറയുമ്പോൾ 23 6 6 4 24 240 പിന്നെ എത്രയാണ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പൊ 900 200 1100 ആയി. പിന്നെ 56 കൂടി. അപ്പൊ 1100ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് പൂർണ്ണവർഗാവുക? 56 എന്നുള്ള സംഖ്യ കൂട്ടിയാലാണ് പൂർണ്ണവർഗാവുക. അപ്പൊ ഏകദേശം നമ്മൾ കണക്കാക്കുക 30ഉം 4ഉം കൂട്ടിയാലാണ് നമുക്ക് ഏകദേശം 1100ന്റെ കൂടുതലുള്ളത് വരിക. അപ്പൊ നമ്മൾ അത് കണക്കാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0 7 26 63 124. 0 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1ന്റെ ക്യൂബ് -1 ആണ് 0 അല്ലെ? 2ന്റെ ക്യൂബ് 8 ആണ്. -1 എന്ന് പറയുന്നതാണ് 7. 3ന്റെ ക്യൂബ് 27 ആണ്. അതിന്റെ -1 ആണ് 26. 4ന്റെ ക്യൂബാണ് 64 -1 ആണ് 63. 5ന്റെ ക്യൂബാണ് 125 -1 ആണ് 124. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും? 6 ക്യൂബ് -1. 6 ക്യൂബ് എത്രയാണ് വരിക? 216 ആണ്. ഇനി കിട്ടാത്തവരുണ്ട് വെച്ചാൽ 6 6 36 36 × 6 6 6 36 3 3 6 18 3 21 216. 216 -1 എത്രയാണ്? 215. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 8:20 ആയാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 8:20 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി ഏതിൽ വരും? 4ൽ വരും അല്ലെ? 4 5 20. അപ്പൊ 4ലാണ് വരുന്നത്. ഇതിന്റെ ഇട എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 8ന്ന് 4 ആവാന്ന് പറയുന്നത് എങ്ങനെയാണ്? 8ന്റെയും 4ന്റെയും ഇടകള് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? അപ്പൊ 4 ഒരു ഇടയ്ക്ക് 30 ഡിഗ്രി വീതമാണ് ഉള്ളത്. അപ്പൊ 4 3 12 120 ഡിഗ്രി വന്നു. ഇനി എന്താണ് ഇവിടെ 20 മിനിറ്റിന് എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രിയാണ് വരിക. അതായത് ഇതിന്റെ /2 ആണ് വരിക. ഇനി ഇവിടെയാണ് കൂടുതൽ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഈ ഡിഗ്രിയും കൂടി കൂട്ടണം. അപ്പൊ 10 ഡിഗ്രിയും കൂടി കൂട്ടിയാ 130. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ്, ഡി എന്നുള്ളതാണ് ആൻസർ. സോറി, ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിങ് KING അങ്ങനെയാണ് വെച്ചെങ്കിൽ GEJC ആയാൽ LORD = H ആണ് ആദ്യത്തെ എന്നുള്ളത് എല്ലാ ഓപ്ഷനിലും അത് തന്നെയാണ്. അപ്പൊ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് നോക്കുക. I വരുന്നത് എങ്ങനെയാണ്? GE കഴിഞ്ഞ് FGH കഴിഞ്ഞിട്ടുള്ളതാണ് I ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേയുള്ള 3 എണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ്, 3 എണ്ണത്തിന്റെ മുന്നേയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? നോക്കൂ, L ആണ് വെച്ചെങ്കിൽ MNO കഴിഞ്ഞിട്ടുള്ളത് L ആണ് വെച്ചെങ്കിൽ MNO കഴിഞ്ഞിട്ടുള്ളതാണ് വരിക. അപ്പൊ അതുമല്ല അല്ലെ? കാരണം O ഇവിടെ ഉണ്ട്. അപ്പൊ L-നെക്കാട്ടും മുന്നേയുള്ളത് വേണം. അപ്പൊ ഏതാണ് വരിക? സി എന്നുള്ളതാണ് ആൻസർ. കാരണം K ആണ് വരിക. K കഴിഞ്ഞ L M N ഇല്ല, പിന്നെ O ആണ് വരുന്നത്. അതേപോലെയാണ് നോക്കൂ, FGH ഇല്ല, പിന്നെ I ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ആദ്യം കിഴക്ക് ഏതാന്ന് നോക്കി വെക്കണം, വടക്ക് ഏതാന്ന് നോക്കി വെക്കണം, തെക്ക് ഏതാ, കിഴക്ക് ഇവിടെയാണ് വെച്ചെങ്കിൽ ഇവിടെ എന്താവും, പടിഞ്ഞാറാവും. ഇനി നമ്മൾ നോക്കുക, ഇവിടെ നിന്ന് 5 കിലോമീറ്റർ എങ്ങട് കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇനി എന്താ ചെയ്തേ, അവിടെ നിന്ന് വടക്കോട്ട് 3 കിലോമീറ്റർ, അതായത് ഇങ്ങോട്ട് 3 കിലോമീറ്റർ. ഇനി എന്താണ്, വീണ്ടും അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്റർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്കുള്ള, അല്ല 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞ, ബി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഈ ദൂരാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കറിയാം ഇവിടെ 5ആണ്, ഇവിടെ മാത്രം 1ആണ് എങ്കിൽ ഇവിടെ എത്രയാവും, 4ആവും അല്ലെ. 4 + 1 അല്ലേ 5. അതായത് ഇവിടെ 1ആണ് വെച്ചെങ്കിൽ ഇവിടെയും 1ആവണം. അപ്പൊ ഇതാകെ 5ഉം ഇവിടെ 1ആണ് വെച്ചെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് 4ആവണം. ഇനി ഇവിടെ 3ആണ് വെച്ചെങ്കിൽ ഇവിടെയും 3ആവണം. അപ്പൊ ഇതൊരു മട്ടത്രികോണം അല്ലേ. മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും തന്നിട്ടുണ്ട്. അപ്പൊ കർണം എങ്ങനെ കണ്ടുപിടിക്കുക, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അത് എത്രയാണ്, 16 + 9 25. അപ്പൊ കർണം എങ്ങനെയാ കണ്ടുപിടിക്കുക, √25. കാരണം √25 ആവുമ്പോ എത്രയാണ് വരിക, 5. അപ്പൊ ഏതാണ്, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്യൂവിൽ അരുണിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് 17-മതും പുറകിൽ നിന്ന് 33-മതും ആണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്. അതായത് ഇതില് എങ്ങനെയാണ്, ഒരാളെ തന്നെയാണ് പറയണേ. അപ്പൊ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള റാങ്കുകളിൽ തമ്മിൽ കൂട്ടുക, എന്നിട്ട് -1 ചെയ്യുക. അതായത് 33 7 40 10 50, 50 - 1 49. അപ്പൊ ക്യൂവിൽ എത്ര പേരുണ്ടാവും, 49 പേരാണ് ഉണ്ടാകുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.